ആത്മകഥാ വിവാദത്തിൽ പോലീസിന് മൊഴി നൽകാൻ സാവകാശം തേടി ഇ.പി. ജയരാജൻ. അതിനിടെ പുസ്തകത്തിന്റെ കരാർ അടക്കമുള്ള കാര്യങ്ങൾ അറിയില്ലെന്ന് DC ബുക്സ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. ഷാർജയിൽ നിന്ന് രവി DC മടങ്ങിയെത്തിയാലുടൻ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും. പാലക്കാട് വോട്ടെടുപ്പ് കഴിയുന്നതുവരെ ആത്മകഥാ വിവാദം തണുപ്പിച്ചു നിർത്താനാണ് നീക്കം. പാർട്ടി സമ്മേളനത്തിന്റെ തിരക്ക് പറഞ്ഞാണ് ഇ.പി. ജയരാജൻ മൊഴി നൽകാൻ സാവകാശം ചോദിച്ചത്. ഇതിനിടെ DC ബുക്സിലെത്തി പോലീസ് 2 ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. എന്നാൽ പുസ്തകത്തിന് കരാറുണ്ടോ എന്നത് അറിയില്ലെന്നാണ് ഇവരുടെ മൊഴി. ഇതിൽ രവി DC ഷാർജയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. കരാറുണ്ടെങ്കിൽ രേഖകൾ പോലീസ് ആവശ്യപ്പെടും. ആത്മകഥയുടെ 178 പേജുകൾ പുറത്തുവന്നത് എവിടെ നിന്നാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. DC-യിൽ നിന്ന് തന്നെ പുറത്തുപോയതാണോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മാധ്യമ പ്രവർത്തകരിൽ നിന്നടക്കം പോലീസ് വിവരങ്ങൾ തേടുന്നുണ്ട്. ഇ.പി. ജയരാജന്റെയും രവി DC-യുടെയും മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകും. അത്യാവശ്യം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അന്വേഷണം എൻക്വയറി പുരോഗമിക്കുകയാണ്. ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. 1-2 സുപ്രധാന മൊഴികൾ കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. ഇ.പി.യുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്നത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കും. രേഖാമൂലമുള്ള കരാറില്ലെങ്കിൽ അത് DC ബുക്സിന് തിരിച്ചടിയാകും. കോട്ടയത്ത് നിന്നും നിധിൻ തോമസിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.